ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയം, ആ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നേക്ക് 75-ാമത്തെ ദിവസം. ഇന്നത്തോടുകൂടി മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാവ്യോപാസനയുടെ 7-ാം ദിനം പൂർത്തിയാവുകയാണ്. 7-ാമത്തെ ദശകം പൂർത്തിയാവുകയാണ്. 7-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ആദ്യം ചൊല്ലുന്നത്. പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം അതിൻ്റെ ശ്ലോകപാരായണം ഒരിക്കൽ കൂടി, പിന്നീട് ശ്രീഹരീയം ഭാഷാഗാനം. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാ ന സർഗവിധിഭിർബന്ധോപി സഞ്ജായത്തെ. ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ട്വൗ തം സമുദൈരയഃ സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. അഥ ആതാമ്രേ ചരണേ വിനമ്ര തം ഹസ്തേന ഹസ്തേ സ്പൃശൻ തേ ബോധ ഭവിതാ സർഗവിധിഭിഃ ബന്ധഃ അപി ന സഞ്ജായത്തെ. നിതരാം പ്രതോഷ്യ സ്വയം തച്ചിത്തഗൂഢ തം സൃഷ്ടൗ സമുദൈരയ
ഭഗവൻ സ ഉല്ലാഘതാം ഉല്ലാസയാ. ശ്രീമന്നാരായണീയം അധ ആതാമ്രേ ചരണേ വിനമ്ര തം. തൻ്റെ ആതാമ്രേ ചരണേ, ആ ചുവന്ന് തുടുത്ത തൃച്ചേവടിയിൽ വീണ് നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ, വിനമ്രം തം, വീണ് നമസ്കരിച്ച അദ്ദേഹത്തെ, ഹസ്തേന ഹസ്തേ സ്പൃശൻ, കൈകൊണ്ട് കൈക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ച് ഭഗവാൻ എഴുന്നേൽപ്പിച്ചിട്ട്, തേ ബോധ ഭവിത, അങ്ങക്ക് ജ്ഞാനം ഉണ്ടാവും, അങ്ങക്ക് ബോധം വേണ്ട പോലെയുള്ള ജ്ഞാനം ഉണ്ടാവും. അതേപോലെ സർഗവിധിഭി ബന്ധ അപി ന സഞ്ജായത്തെ, സർഗവിധിയിൽ സൃഷ്ടിപ്രവർത്തികളിൽ അങ്ങക്ക് കർമ്മബന്ധം ഉണ്ടാവുകയും ഇല്ല. ഇതി ഗിരം ആഭാഷ്യ എന്ന വാക്ക് പറഞ്ഞിട്ട് നിതരാം പ്രതോഷ്യ, ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട്, സ്വയം തച്ചിത്തഗൂഢ, തന്നെത്താൻ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന്, തം സൃഷ്ടൗ സമുദൈരയ, ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഹേ ഭഗവൻ, അവിടുന്ന് സ ഉല്ലാഘതാം ഉല്ലാസയ, എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കും. ഈ ദശകം, 7ാമത്തെ ദശകം, കഴിഞ്ഞ 5 ശ്ലോകത്തിലും ഓരോ പ്രാർത്ഥന നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അതിൽ 6ാമത്തെ ശ്ലോകത്തിൽ എന്താ പ്രാർത്ഥിച്ചത്? തത്തേ പദം ദേഹിമേ, ആ വൈകുണ്ഠലോകം എനിക്ക് തരണേ. പിന്നെയോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, തത്തേ വിഭോ ഭാതുമേ, അവിടുത്തെ രൂപം, ഇനി വൈകുണ്ഠലോകം എനിക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ രൂപം എനിക്ക് തെളിഞ്ഞ് മിന്നിത്തിളങ്ങാൻ തരത്തിൽ അനുഗ്രഹിക്കണേ. മദ്രോഗമുദ്വാസയിൽ, എൻ്റെ രോഗത്തെ മാറ്റിത്തരണേ. പിന്നെയോ അതേപോലെ തന്നെ ആ ബ്രഹ്മാവിനെ പോലെ ശരിയായ ജ്ഞാനമുണ്ടാവാൻ അവിടുത്തെ ഞാൻ ഭജിക്കുന്നു. ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞത്? ഞാൻ ഭജിക്കണു, എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ 4 ശ്ലോകങ്ങളിലും വിഭോ എന്ന സംബോധനയും ഏറ്റവും ഒടുവിൽ ഭഗവൻ എന്ന സംബോധനയും നമുക്ക് കാണാൻ സാധിക്കുന്നു. സർവവ്യാപിയായി എല്ലായിടത്തും മിന്നിത്തിളങ്ങുന്ന അവിടുത്തേക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം അറിയാമല്ലോ. ഷഡ്ഗുണ പരിപൂർണനായതുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. 6 ഭാഗങ്ങളും ചേർന്നവനാരോ അയാളാണ് ഭഗവാൻ. ഇവിടെ ഏതായാലും തൻ്റെ അഭീഷ്ടം നിറവേറ്റാൻ ഭഗവാനെ അവിടത്തേക്ക് ഒരു വിഷമവുമില്ല, അത് വേണ്ടതുപോലെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആതാമ്രേ ചരണേ വിനമ്രമധതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിതാന സർഗവിധിഭിർ ബന്ധോപി സഞ്ജായത്തെ ഇത്യാഭാഷ്യ ഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയോല്ലാഘതാം. ശ്രീഹരിയ പരിഭാഷ. നാരായണ 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 രാധാ ഗോവിന്ദ. അരുണമാം ചേവടിയിൽ നമിച്ചോരാ നാൻമുഖനെ അനുരൂപരൂപൻ അനൂപമരൂപൻ ദേവൻ എഴുന്നേൽപ്പിച്ചു. ജ്ഞാനം നൽകി സൃഷ്ടിക്കായി പ്രേരിപ്പിച്ച ഭഗവാനെ മമ രോഗം മാറ്റി ശക്തി നൽകിയിടണമേ. നാരായണ 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 ശ്രീവാസുദേവ.
നാരായണ 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 നാരായണീയ മധുരം സ്വീകരിക്കണേ. നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.